വളരെ പോസിറ്റീവായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വടകരയിൽ നടക്കുന്നത് പോലെയുള്ള ക്യാമ്പയിനെക്കുറിച്ച് താങ്കളെ പോലുള്ളൊരു മുതിർന്ന നേതാവിൻ്റെ അഭിപ്രായം എന്താണ്? കാരണം ഇപ്പോൾ താങ്കളാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും ഇനി അത് KC ആണെങ്കിലും AK ആൻ്റണി ആണെങ്കിലും വയലാർ രവി ആണെങ്കിലും നമ്മളൊക്കെ കണ്ട് പരിചയിച്ചൊരു മുതിർന്ന തലമുറയുണ്ട്. നമുക്കൊക്കെ ഒരു ആദരവ് തോന്നുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം നിങ്ങൾ വ്യക്തിഹത്യ നടത്തുമ്പോൾ അതിന് അങ്ങനെ വ്യക്തിഹത്യ തികച്ചും ഏതെങ്കിലും തരത്തിലുള്ള അപമാനമുണ്ടാക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ പോകാറില്ല. രാഷ്ട്രീയമായിട്ടുള്ള ഹത്യയുള്ളൂ, വ്യക്തിഹത്യയില്ല. യഥാർത്ഥത്തിൽ വ്യക്തിഹത്യ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തിയോടുകൂടി ഉപയോഗിച്ച രാഷ്ട്രീയ പാർട്ടി ആരാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി. ആ വ്യക്തിഹത്യക്ക് വിധേയരായിട്ടുള്ള ആളുകൾ പഴയ തലമുറയിൽപ്പെട്ട ആളുകളുണ്ട്, പുതിയ തലമുറയിൽപ്പെട്ട ആളുകളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നായിരുന്ന കാലത്ത് AV കുട്ടിമാളു ബൊമ്മയെക്കുറിച്ച് ഇവർ പറഞ്ഞു നടന്നത് എന്താണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ലേ? സ്വന്തം പ്രസവിച്ച 28 ദിവസം തികയുന്നതിന് മുമ്പ് കുട്ടിയുമായി ജയിലിൽ പോയ കുട്ടിമാളു ബൊമ്മയെക്കുറിച്ച് ഞങ്ങളെല്ലാം അമ്മയെ പോലെ ബഹുമാനിക്കുന്ന വ്യക്തിയല്ലേ. അവരുടെ ഒരു ചെറിയ വീട് പണിതു, അതിനെന്തെല്ലാം ആക്ഷേപങ്ങളാണ് പറഞ്ഞത്. ഇവിടെ കേരളത്തിൽ വന്നാൽ എല്ലാ ആളുകളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഈ നിയമസഭയിലെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞ ദുഷ്വാക്കുകൾ ഇവരാ പഴയ റെക്കോർഡ് എടുത്തൊന്ന് പരിശോധിച്ച് നോക്കട്ടെ. നിയമസഭയുടെ പഴയ താളുകളിലുണ്ട് അതൊക്കെ. ഞാൻ ചോദിച്ചു, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേരുന്നതാണോ? രാഷ്ട്രീയ പാർട്ടിക്കകത്തെ ആരെങ്കിലും ഒരാൾ ഇത് തെറ്റാണ് എന്ന് പരസ്യമായി പറഞ്ഞോ? ഇത് ശരിയല്ല, ഞങ്ങളുടെ നിലപാട് വേറെയാണ് എന്നിവരാരെങ്കിലും പറഞ്ഞോ? ഇവരെല്ലാം ആസ്വദിച്ചു, നന്നായിട്ട് ആസ്വദിച്ചു. അതേ പാതയിലൂടെ പോകുന്ന ചില ആളുകളുണ്ടാകാം. ഏതായാലും ഞങ്ങൾ ഈ കാര്യത്തിലൊന്നും പ്രോത്സാഹിപ്പിക്കാനില്ല. അതായത് വടകരയിൽ നടക്കുന്നത് വ്യക്തിഹത്യ, ഇപ്പം അതിനകത്ത് ആകെ 2 വിഷയങ്ങളാണ് പ്രധാനമായിട്ട് ഉയരുന്നത്. മറ്റു ചില വ്യാജ പ്രചരണങ്ങളുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതിൽ ഉത്തരവാദിത്വപ്പെട്ട് ചില യുവ നേതാക്കളുടെ ചില കമൻറ്റുകളാണ് ഇപ്പോൾ എടുത്ത് ഈ വലിയ രീതിയിലുള്ളൊരു പ്രചരണം തനിക്കെതിരെ നടക്കുന്നുവെന്ന് KK ശൈലജയും ഇടതുമുന്നണിയും പറയുന്നത്. ഈ നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ യുവ നേതാക്കളടക്കം ഇത്തരം വിഷയങ്ങൾ വളരെ ജാഗ്രത പാലിക്കേണ്ടതായിരുന്നില്ലേ? യഥാർത്ഥത്തിൽ ഈ ജാഗ്രത മുതിർന്ന നേതാക്കന്മാരെ കണ്ടല്ലേ താഴെയുള്ള നേതാക്കന്മാർ അറിയുന്നത്. കോൺഗ്രസിന്റെ ഉള്ളിലെ കാര്യമാണ്. കോൺഗ്രസ് വടകരയുടെ പശ്ചാത്തലത്തിലാണ്. വടകരയുടെ പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലല്ലേ ചോദിക്കുന്നത്. വടകരയ്ക്ക് മാത്രമായി ഒരു പശ്ചാത്തലം ഇല്ലല്ലോ. ഈ ഇലക്ഷൻ പശ്ചാത്തലത്തിൽ നടത്തിയിട്ടുള്ള വ്യക്തിഹത്യകൾ എത്ര എന്ന് നമ്മൾ കണക്കെടുത്തു. അതോടൊപ്പം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് ഇതുപോലുള്ള വ്യക്തിഹത്യക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള വലിയ മഹാരഥന്മാരുണ്ട്. അവരുടെ കാര്യം ഇങ്ങോട്ട് എടുത്തു. അവരുടെ കൊച്ചുമക്കളും കുട്ടികളുമാണ് സത്യം പറഞ്ഞത് ഇതുപോലുള്ള കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഞങ്ങൾ സംശുദ്ധ രാഷ്ട്രീയത്തിന് വേണ്ടി നിൽക്കുകയാണ്. കാറും കോളും ഒക്കെ വരും, സത്യം പറഞ്ഞാൽ ഇളകി മറിഞ്ഞ അന്തരീക്ഷം ഉണ്ടാകും. ഞങ്ങൾ വളരെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ ജനാധിപത്യ ബോധത്തോടുകൂടി ജനാധിപത്യ മര്യാദയോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങൾ ആ നിലയിലേക്ക് പോകും. പക്ഷേ കേരള രാഷ്ട്രീയത്തെ ഇങ്ങനെ വളച്ച് തിരിച്ച് കൊണ്ടുപോയതിനകത്ത് ഞങ്ങൾക്കാർക്കും പങ്കില്ല എന്ന് പറയാൻ ഒരാളെങ്കിലും ഉണ്ടാകുമോ അപ്പുറത്ത്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒറ്റ കാര്യം ചോദിച്ച് എനിക്കൊരു ചെറിയ ഇടവേള വേണം. അതിനുശേഷം എനിക്ക് ഒരു ചോദ്യം കൂടി ഉള്ളത്, ഞാൻ ഇടവേളയ്ക്ക് ശേഷം വരാം. ഇതാണ് ചോദ്യം. ഈ അങ്ങനൊരു യൂത്ത് കോൺഗ്രസിലെ പ്രവർത്തകൻ അത്തരത്തിലൊരു കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ പാർട്ടി അത് നടപടി സ്വീകരിക്കേണ്ടതല്ലേ? യൂത്ത് കോൺഗ്രസ് പാർട്ടി അല്ലല്ലോ, ഗവൺമെൻറ് നടപടി എടുത്തോട്ടെ, ഞങ്ങൾ എതിർക്കുന്നില്ലല്ലോ. പാർട്ടി നടപടി എടുക്കും. അല്ല, അവരെടുക്കട്ടെ, തെളിഞ്ഞിട്ടല്ലേ പാർട്ടിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആദ്യം ചെയ്യുന്നത് എന്താ? പ്രിലിമിനറി ആയിട്ട് അവർ കേസ് കൊടുത്തിട്ടുണ്ട്, അന്വേഷണം നടക്കട്ടെ. ആ അന്വേഷണം IPC വ്യവസ്ഥ അനുസരിച്ചുള്ള അന്വേഷണം നടക്കട്ടെ. പക്ഷേ ഞങ്ങൾക്ക് ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതുപോലെ വന്നിട്ടുള്ള സമാന സാഹചര്യങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളിലും FIR ഇടണം, കേസെടുക്കണം, അന്വേഷണം നടത്തണം. അന്വേഷണത്തിനകത്ത് കുറ്റക്കാരാണെന്ന് കണ്ടാൽ അപ്പം നമുക്ക് ആലോചിക്കാം. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പോലീസ് നടപടിക്ക് ശേഷം ഇത്തരത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ പാർട്ടി നടപടി ഉണ്ടാകുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നത്.